നമസ്കാരം. 1923 നവംബർ 6 ഓൺ കാഹറും ലൂസോവും അതുപോലെ സീസേഴ്സും ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. മ്യൂണിക്കിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അവർ ബീർ ഹാളിലേക്ക് മീറ്റിംഗിന് വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ദേശീയ തലത്തിലുള്ള ഗവൺമെന്റിന്റെ വീഴ്ച മ്യൂണിക്കിലെമ്പാട് ചർച്ചാ വിഷയമായിരിക്കുന്ന സമയമാണ്. ദേശീയ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സർക്കാർ വരണം, ഇതാണ് സകലരുടെയും ആഗ്രഹം. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കാൻ സസ്മാൻ സർക്കാരിന് ഇതുവരെയും കഴിയാത്തത് കൊണ്ടാണ് ദേശീയ സർക്കാരിനെ അട്ടിമറിക്കണമെന്നുള്ള വികാരം സകലരും പങ്കുവയ്ക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് രണ്ട് സ്റ്റേറ്റുകളിൽ അധികാരം പിടിച്ചിരിക്കുകയാണ്. ഹിറ്റ്ലറുടെ നാസി പാർട്ടിയിലെ അംഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റും കൂടി അധികാരം പിടിച്ചിരിക്കുന്ന സ്റ്റേറ്റുകളിൽ അവർക്കെതിരായിട്ടുള്ള ഒളിപ്പോരാട്ടം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒളിപ്പോരാട്ടം മാത്രമല്ല, ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. ആകെ കലുഷിതമായ അവസ്ഥയാണ്. ബവേറിയൻ സർക്കാർ ദേശീയ സർക്കാരിനെ അട്ടിമറിക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ കൂട്ടമാണ്. പക്ഷെ അവർ വെയിറ്റ് ചെയ്യാണ്. ദേശീയ തലത്തിൽ ഒരു അട്ടിമറി നടന്നു കഴിഞ്ഞാൽ ആ അട്ടിമറിയുടെ ഭാഗമാകുന്നതിനാണ് സ്റ്റേറ്റ് കമ്മീഷണറായ ഓൺ കാഹർക്ക് താല്പര്യം. പട്ടാള തലവനായ ലൂസോയ്ക്കും അതുപോലെ പോലീസ് ചീഫായ സീസേഴ്സിനും അത് തന്നെയാണ് താല്പര്യം. ബവേറിയയുടെ പ്രസിഡന്റ് നെല്ലിങ്ങിന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഒരു കാരണവശാലും ബവേറിയയിൽ നിന്ന് ഒരു അട്ടിമറി ആരംഭിക്കരുത്, ഇതാണ് അവരുടെ ടാർഗറ്റ്. മ്യൂണിക്കിൽ നിന്ന് ബെർലിനിലേക്കുള്ള ഒരു മാർച്ച്, അതാണ് ഹിറ്റ്ലറുടെയും നാസി പാർട്ടിയുടെയും സ്വപ്നം എന്ന് പറയുന്നത്. അത് നടക്കില്ല എന്ന് ഓൺ കാഹർ ആ മീറ്റിംഗിൽ ഉറപ്പിച്ചു പറയുകയാണ്. നാസി പടയ്ക്കും അതുപോലെയുള്ള അസോസിയേഷനൊന്നും അമിത പ്രാധാന്യം കൊടുക്കുവാൻ ഓൺ കാഹർ തയ്യാറല്ല. അദ്ദേഹം ഹിറ്റ്ലറെയും മറ്റുള്ളവരുമൊക്കെ സാധാരണഗതിയിലുള്ള ചെറിയ ചെറിയ ടീമുകളുടെ തലവന്മാരായിട്ട് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ദേശീയ സർക്കാരിനെ അട്ടിമറിക്കുവാൻ കപ്പാസിറ്റിയുള്ള ഒരു ആളായി ഹിറ്റ്ലർ വിലയിരുത്താൻ ഓൺ കാഹർ മടിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞതോടുകൂടി ഹിറ്റ്ലറുടെ മേൽ നാസി അംഗങ്ങളുടെ പ്രഷർ കൂടുകയാണ്. ഹിറ്റ്ലർ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അണികളിൽ പലരും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ടോപ്പ് ലെവൽ ലീഡേഴ്സ് എല്ലാം ഹിറ്റ്ലറെ അറിയിക്കുകയാണ്. ടോപ്പ് ലെവൽ ലീഡേഴ്സിന് വല്ലാത്ത പ്രഷറാണ് അണികളിൽ നിന്ന് ഉണ്ടാകുന്നത്. ആ പ്രഷർ അവർ അങ്ങനെ തന്നെ ഹിറ്റ്ലറേക്ക് കൊടുക്കുകയാണ്. ഹിറ്റ്ലർക്ക് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നവംബർ 7 ഹിറ്റ്ലറുടെ ടീമിലെ ടോപ്പ് അംഗങ്ങളോട് ഹിറ്റ്ലർ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ്. നവംബർ 11 നമുക്ക് ബവേറിയൻ സർക്കാരിനെ അട്ടിമറിക്കണം. ബവേറിയൻ സർക്കാരിന്റെ ആസ്ഥാനം മ്യൂണിക്കാണ്. മ്യൂണിക്ക് തന്നെയാണ് ഹിറ്റ്ലറുടെയും ആസ്ഥാനം. മ്യൂണിക്കിലുള്ള ഓൺ കാഹറെയും ലെസ്ലോയെയും അതുപോലെ സീസേഴ്സിനെയൊക്കെ തടവുകാരാക്കി പിടിക്കണം. നെല്ലിങ്ങിനെ അട്ടിമറിക്കണം. രഹസ്യമായാണ് പ്ലാനിംഗ് ഒക്കെ നടക്കുന്നത്. നവംബർ 11 പകൽ നാസി പടയാളികളുടെ സായുധരായ സൈന്യം പാർലമെന്റിലേക്ക് ഇരച്ചു കയറണമെന്നും ഗവൺമെന്റ് ഓഫീസുകളും പത്രം ഓഫീസുകളും ഒക്കെ പിടിച്ചെടുക്കണമെന്നാണ് തീരുമാനം. ആ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി നാസി പാർട്ടിയുടെ സായുധ വിഭാഗമായ എസ്ഐയും അവരോടൊപ്പമുള്ള മറ്റ് സായുധ വിഭാഗങ്ങളൊക്കെ മ്യൂണിക്കിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവരുടെ സാന്നിധ്യം മ്യൂണിക്കിൽ ഇല്ല എന്ന് ആളുകളെ ധരിപ്പിക്കാനുള്ള ഒരു യത്നമാണ്. 11 രാവിലെ അപ്രതീക്ഷിതമായി അവർ മ്യൂണിക്കിലേക്ക് ഇടിച്ചു കയറി ഭരണം പിടിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ്. 10 രാത്രി തന്നെ അട്ടിമറി സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ അതിവേഗതയിൽ നടക്കുകയാണ്. മുൻ പട്ടാള ജനറലായ ലൂഡൻഡോർഫിനെ മുന്നിൽ നിർത്തി ഒരു അട്ടിമറി നടത്തിയാൽ സൈന്യം കൂടെ നിൽക്കുമെന്ന് ഹിറ്റ്ലർക്ക് അറിയാം. ലൂഡൻഡോർഫിനോട് അട്ടിമറിയുടെ അനിവാര്യതയെക്കുറിച്ച് ഹിറ്റ്ലർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡേറ്റും സമയവും ഒന്നും പങ്കുവച്ചിട്ടില്ല. ഒരു അട്ടിമറി അനിവാര്യമാണെന്ന് ലൂഡൻഡോർഫിനും അറിയാം. നവംബർ 8 രാവിലെ 10 മണിയോടുകൂടി ക്രീമലിന്റെ നേതൃത്വത്തിലുള്ള നാസി പാർട്ടിയുടെ സായുധ പട മ്യൂണിക്കിന്റെ വടക്കൻ ഭാഗത്തേക്ക് എക്സസൈസ് ആക്ടിവിറ്റീസിന് വേണ്ടി പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവർ 11 രാവിലെ മടങ്ങിയെത്തണം, ഇതാണ് ഷെഡ്യൂൾ. പക്ഷേ 10 മണിയായപ്പോൾ ഒരു പ്രത്യേക അനൗൺസ്മെന്റ് സകലരും അറിയുന്നു. അന്ന് വൈകുന്നേരം 8 മണിക്ക് ഓൺ കാഹർ ഒരു പബ്ലിക് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ബിയർ ഹാളിലാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. മ്യൂണിക് നഗരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മുഴുവൻ ആളുകളെയും ഓൺ കാഹർ ആ മീറ്റിംഗിലേക്ക് വിളിച്ചിരിക്കുകയാണ്. വിവരം ഹിറ്റ്ലർ അറിഞ്ഞു. ഓൺ കാഹർ ഹിറ്റ്ലറെക്കാളും വേഗത്തിൽ ആക്ട് ചെയ്യാൻ പോവുകയാണെന്ന് ഹിറ്റ്ലർക്ക് മനസ്സിലായി. ബെർലിൻ പിടിക്കുക എന്നുള്ളതാണ് ഓൺ കാഹറിന്റെ ലക്ഷ്യം. ഓൺ കാഹറിന്റെ നേതൃത്വത്തിലുള്ള ടീം ബവേറിയയിൽ നിന്ന് ബെർലിൻ പിടിക്കുന്ന ഉദ്യമത്തിന്റെ ഭാഗമായി മൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അവർ ബെർലിനിലെ അട്ടിമറി സംഘത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആകത്തുള്ളൂ. ഒരു കാരണവശാലും ബവേറിയയ്ക്ക് അധികാരം ലഭിക്കില്ല, അത് ഹിറ്റ്ലർക്ക് അറിയാം. ഓൺ കാഹറെയും ടീമിനെയും അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ സമ്മതിച്ചാൽ
നാസി പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ നടക്കില്ല എന്ന് ഹിറ്റ്ലർക്ക് വളരെ വ്യക്തമായി ബോധ്യമായിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണം. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഹിറ്റ്ലറുടെ കയ്യിലുള്ളത്. ബ്രോഗർ ബ്രാക്കലർ എന്ന ബിയർ ഹാളിലാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ആ മീറ്റിംഗ് ഹാളിൽ ഉറപ്പായും തെമൂർത്തികളായ ഓൺ കാഹറും ലെസ്ലോയും അതുപോലെ സിസേഴ്സും ഉണ്ടാവും. ആ തെമൂർത്തികളെ ഹിറ്റ്ലറുടെ നാസി പാർട്ടിക്ക് ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ബവേറിയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ എളുപ്പമാണെന്ന് ഹിറ്റ്ലർക്ക് അറിയാം. പക്ഷെ അത് എങ്ങനെ നടത്തിയെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഭരണം അവരുടെ കയ്യിലാണ്, സൈന്യം അവരുടെ കയ്യിലാണ്, പോലീസ് അവരുടെ കയ്യിലാണ്. പക്ഷേ ഭരണത്തിന്റെ ഭാഗമായ ആളുകൾ മാത്രമായിരിക്കും ഹാളിൽ അപ്പോൾ ഉണ്ടാവുക. സൈനിക നേതാക്കളും പോലീസ് നേതാക്കളും ഒക്കെ അപ്പോഴും അവരുടെ ഡ്യൂട്ടി സ്ഥലത്തായിരിക്കും. ബിയർ ഹാളിൽ ആ 3 നേതാക്കളെയും ഭരണകൂടത്തിന്റെ ഭാഗമായ ആളുകളെയും ഒന്നിച്ച് കിട്ടുമെന്നുള്ള കാര്യം ഹിറ്റ്ലർ അറിയുന്നു. അതറിഞ്ഞ ഹിറ്റ്ലർ അട്ടിമറിക്കുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഹിറ്റ്ലർ ആദ്യം പോയി കണ്ടത് ഏണസ്റ്റ് പോഷ്ണറെയാണ്. പോലീസിൽ ഹിറ്റ്ലറെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് ഏണസ്റ്റ് പോഷ്ണർ. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഏണസ്റ്റ് പോഷ്ണർ. ഏണസ്റ്റ് പോഷ്ണർ ഹിറ്റ്ലർ ഒരു കാര്യം സൂചിപ്പിച്ചു. ബവേറിയയിൽ ഹിറ്റ്ലർ അട്ടിമറി നടത്താൻ പോവുകയാണ്. അട്ടിമറിക്ക് ശേഷം ഉണ്ടാകുന്ന ഗവൺമെന്റിനെ ഏണസ്റ്റ് പോഷ്ണർ നയിക്കണമെന്നാണ് ഹിറ്റ്ലർ ഏണസ്റ്റ് പോഷ്ണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബവേറിയൻ സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. സ്വാഭാവികമായിട്ടും ഏണസ്റ്റ് പോഷ്ണർ ഹിറ്റ്ലറോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അട്ടിമറി വിജയിച്ചാൽ ഏണസ്റ്റ് പോഷ്ണർ ആകും ബവേറിയയുടെ പ്രസിഡന്റ്. വളരെ രഹസ്യമായിട്ടാണ് പകൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മോട്ടോർ സൈക്കിളുകളാണ് കാര്യങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്യാനായിട്ട് ഹിറ്റ്ലർ ഉപയോഗിക്കുന്നത്. ഹിറ്റ്ലറുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മോട്ടോർ സൈക്കിളിൽ ഫൈറ്റിംഗ് അസോസിയേഷന്റെ ആളുകളെ രഹസ്യമായി പോയി കാണുകയാണ്. പ്രധാനപ്പെട്ട ലീഡറോട് മാത്രം ഒരു സൂചന കൊടുക്കും. വൈകുന്നേരത്തോടു കൂടി ഇവിടെ സർക്കാർ അട്ടിമറിക്കപ്പെടും. ആ സൂചനയാണ് ഫൈറ്റിംഗ് അസോസിയേഷന്റെ ലീഡേഴ്സിന് കൊടുക്കുന്നത്. അവരുടെ കൂടെയുള്ള സായുധ വിഭാഗത്തെ റെഡിയാക്കി നിർത്താനുള്ള നിർദ്ദേശമാണ് മോട്ടോർ സൈക്കിളിൽ ചെല്ലുന്ന ആള് കൊടുക്കുന്നത്. പതുക്കെ ഏകദേശം ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ആയപ്പോൾ ഫൈറ്റിംഗ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പലരും കാര്യം അറിഞ്ഞിട്ടുണ്ട്. തികച്ചും രഹസ്യമായി സൂക്ഷിക്കാൻ വിവരം. അന്ന് വൈകുന്നേരം ഓൺ കാഹർ ബിയർ ഹാളിൽ വലിയൊരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. സകല ആളുകളും അവിടെ എത്തിച്ചേരുമെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പിലാണ് വൻ ഫാമിലികളൊക്കെയും. അതിനിടയിലാണ് ഫൈറ്റിംഗ് അസോസിയേഷനും നാസി പാർട്ടിയുടെ എസ്ഐയും നാസി പാർട്ടിയുടെ തന്നെ അംഗങ്ങളും ഒക്കെ പതുക്കെ ഒരു അട്ടിമറിക്കുള്ള വകുപ്പ് ഉണ്ടാക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പോൾ നാസി പാർട്ടിയുടെ പത്ര ഓഫീസിലേക്ക് ഹിറ്റ്ലർ എത്തുകയാണ്. അവിടെ ഹാസൻ ഫെയിഞ്ചലുമുണ്ട്, റോസൻബർഗുമുണ്ട്. അവരെയാണ് പത്രത്തിന്റെ പ്രിന്റിങ്ങും വിതരണവും എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അവരോടും ഹിറ്റ്ലർ കാര്യം പറയുകയാണ്. അതിനുശേഷം ഹിറ്റ്ലർ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരാള് പോലും നിങ്ങളിൽ നിന്ന് ഈ വിവരം അറിയരുത്, റെഡി ആയിരിക്കുക എന്ന് മാത്രമാണ് ഹിറ്റ്ലർ അവരോട് പറഞ്ഞിരിക്കുന്നത്. അവിശ്വസനീയതയോടെയാണ് അവർ രണ്ടുപേരും ആ വാക്കുകൾ കേട്ടത്. ഇതാ ബവേറിയയിലെ ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നാസി പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി സകലരും ഹിറ്റ്ലർ നിർബന്ധിക്കുന്ന കാര്യമാണ് ഹിറ്റ്ലർ ഇപ്പോൾ ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. അത്ഭുതത്തോടെയും സന്തോഷത്തോടെയാണ് റോസൻബർഗും ഹാൻസ് ഏഞ്ചലും ആ വിവരം കേട്ടത്. അവരും റെഡിയാവുകയാണ്. വൈകുന്നേരം 8 മണിക്ക് ബർഗർ ബ്രാക്കലർ എന്ന ബിയർ ഹാളിലേക്ക് വരാനാണ് അവരോട് ഹിറ്റ്ലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരുമ്പോൾ ഉറപ്പായും അവരുടെ പിസ്റ്റളുകൾ കൂടി കയ്യിൽ കരുതണമെന്നും ഹിറ്റ്ലർ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സമയം രാത്രി 8 മണി. ബർഗർ ബ്രാക്കലർ എന്ന ബിയർ ഹാൾ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഹാള് മുഴുവൻ നിറഞ്ഞതിന്റെ ഫലമായി 100 കണക്കിന് ആളുകൾ ഓരോ വാതിലിന്റെ ഭാഗത്ത് കൂടി നിൽക്കുകയാണ്. റോഡിൽ നിന്ന് ബിയർ ഹാളിലേക്ക് വരുന്ന സ്ഥലത്തൊക്കെ നിറയെ ആളുകളാണ്. ആ ആളുകളെ നിയന്ത്രിക്കുന്നതിനായി പോലീസുമുണ്ട്. ഹാള് നിറഞ്ഞു കവിഞ്ഞതോടുകൂടി ഓൺ കാഹർ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. ബിയർ കുറേച്ച് നുണഞ്ഞുകൊണ്ടാണ് സകലരും ഓൺ കാഹറിന്റെ പ്രസന്റേഷൻ കേൾക്കുന്നത്. ആ സമയത്താണ് ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ മെഴ്സിഡസ് ബെൻസിൽ അവിടെ എത്തുന്നത്. ആ കാറിൽ ഹിറ്റ്ലർക്ക് പുറമെ റോസൻബർഗുമുണ്ട്, ഹിറ്റ്ലറുടെ ബോഡി ഗാർഡ് ഉൾഫ് ഫ്രീച്ചുമുണ്ട്. അതിനു പുറമെ ഒരാൾ കൂടി ആ കാറിലുണ്ട്. അത് നാസി പാർട്ടിയുടെ ഓണററി ചെയർമാനായ ഡെക്സ്റ്ററാണ്. ഹിറ്റ്ലറുടെ ഗുരു കൂടിയായ ഡെക്സ്റ്ററാണ്. കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴാണ് ഡെക്സ്റ്ററോട് നടക്കാൻ പോകുന്ന കാര്യം ഹിറ്റ്ലർ സൂചിപ്പിക്കുന്നത്. അതിശയത്തോടെയാണ് ഡെക്സ്റ്റർ അത് കേൾക്കുന്നത്. ബവേറിയൻ സർക്കാരിനെ ഈ രാത്രിയിൽ
ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി പാർട്ടി അംഗങ്ങൾ അട്ടിമറിക്കാൻ പോകുന്നു. ബിയർ ഹാളിന് മുമ്പിൽ കാറിൽ നിന്നിറങ്ങിയ ഹിറ്റ്ലറും കൂട്ടാളികളും അത്ഭുതപ്പെടുകയാണ്. വൻ ജനക്കൂട്ടമാണ് ബിയർ ഹാളിന് പുറത്തുള്ളത്. അവർ ഉദ്ദേശിക്കുന്ന അട്ടിമറി നടത്താൻ പറ്റാത്ത സാഹചര്യം. ഈ ആൾക്കൂട്ടത്തിലൂടെ എങ്ങനെയാണ് ഹാളിനുള്ളിലേക്ക് കടക്കുക? അതാണ് പെട്ടെന്ന് റോസൻബർഗിന്റെ മനസ്സിൽ വന്ന സംശയം. റോസൻബർഗിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിറ്റ്ലർ നേരെ നടക്കുകയാണ്. നടന്ന് ഹാളിനടുത്ത് എത്തിയപ്പോൾ അവിടെ സെക്യൂരിറ്റി ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഹിറ്റ്ലർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഹാളിലേക്ക് കടക്കേണ്ടതുണ്ട്, നിങ്ങൾ ഇതൊന്ന് ഒതുക്കണം. പെട്ടെന്ന് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ കീഴിലുള്ള പോലീസുകാർ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തെ മുഴുവൻ വകഞ്ഞു മാറ്റി കൊടുക്കുകയാണ്. ആ ഹാളിനകത്ത് ബവേറിയ സർക്കാരിന്റെ സകല ആളുകളുമുണ്ട്. ആ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആളുകളെ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു പോകാൻ വഴിയൊരുക്കി കൊടുക്കുന്നത് ബവേറിയ സർക്കാരിന്റെ അതേ പോലീസാണ്. ഹിറ്റ്ലറുടെ കമാൻഡിംഗ് പവർ അക്ഷരാർത്ഥത്തിൽ വിസിബിൾ ആയ ഒരു നിമിഷമാണ്. പോലീസ് വഴിയൊരുക്കോടുകൂടി ഹിറ്റ്ലറും റോസൻബർഗും ഉൾപ്പെടെയുള്ള ടീം മുന്നോട്ട് നടക്കുകയാണ്. പെട്ടെന്ന് അനവധി ട്രക്കുകൾ വന്നു. ആ ട്രക്കുകളിൽ നിന്ന് ഹിറ്റ്ലറുടെ SA ഗ്രൂപ്പിലെ ആളുകളും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ഒക്കെ ഇറങ്ങിയാണ്. സകലരും ആയുധധാരികളാണ്. മെഷീൻ ഗണ്ണുകൾ എല്ലാവരുടെ കൈവശമുണ്ട്. അവർ വളരെ വേഗം ആ ബിയർ ഹാളിന് ചുറ്റും നിലയുറപ്പിച്ചു. അകത്ത് ഇതൊന്നും അറിയാതെ ഓൺകാഹ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാത്രിയിലെ അട്ടിമറിക്ക് മനോഹാരിത കൂട്ടാനായി ഹിറ്റ്ലർ അന്ന് ധരിച്ചിരിക്കുന്നത് കറുത്ത വസ്ത്രമാണ്. ആ കറുത്ത വസ്ത്രത്തിൽ ഹിറ്റ്ലർ മുന്നോട്ട് നടക്കുകയാണ്. വരാന്തയിലൂടെ നടന്ന് ആ ബിയർ ഹാളിന്റെ മുൻവശത്തെത്തി. അവിടെ ഒത്തിരി സ്ഥലമുണ്ട്. ആ സ്ഥലത്തൂടി നടക്കുമ്പോൾ ഒരു നെർവസ്നെസ് ഹിറ്റ്ലർ വിസിബിളാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നിമിഷമാണ് ഹിറ്റ്ലർ അനുഭവിക്കുന്നത്. ഉദ്യമം അവിടെ പരാജയപ്പെട്ടാൽ അവിടെ ഹിറ്റ്ലർ വെടിയേറ്റ് വീഴും. അതാണ് അവസ്ഥ. കൃത്യം 8:45 ഹിറ്റ്ലർ ആ ബിയർ ഹാളിലേക്ക് കടക്കുകയാണ്. റോസൻബർഗ് ഇതിനിടയിൽ ഹിറ്റ്ലർക്ക് ഒരു ഗ്ലാസ് ബിയർ കൊടുത്തിരുന്നു. ആ ബിയർ അല്പം കുടിച്ചിട്ട് ആ ഗ്ലാസ് പുറത്തെ വാതിലിൽ തട്ടി ഉടച്ചിട്ട് ഒരു കൈയിൽ പൊട്ടിയ ബിയർ ഗ്ലാസും മറു കൈ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ട് അവിടെ നിന്ന് ഒരു പിസ്റ്റളും എടുത്തുകൊണ്ടാണ് ഹിറ്റ്ലർ ആ ഹാളിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. ഹാള് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. എല്ലാ വാതിലുകളിലും ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പുറകിലായി ഈ സമയം കൊണ്ട് ഹിറ്റ്ലർ സൈന്യം നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഹിറ്റ്ലർ ആ ഹാളിനെ രണ്ടായി പകുത്തിരിക്കുന്ന ആ നടുവിലൂടെയുള്ള വഴിയിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്ത് ഓൺകാഹ് പ്രസംഗം നിർത്തി സ്റ്റേജിലിരിക്കുകയാണ്. ഓൺകാഹറും ലെസ്ലോവും അതുപോലെ സിസേഴ്സുമുണ്ട്. ത്രിമൂർത്തികൾ 3 പേരുമാണ് ഇപ്പൊ സ്റ്റേജിലുള്ളത്. അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു ബഹളം ആ ഹാളിനുള്ളിലുണ്ട്. ഹിറ്റ്ലർ നടന്ന് സ്റ്റേജിന് ഏകദേശം 10 അടി അടുത്തെത്താറായപ്പോൾ പെട്ടെന്ന് ഹിറ്റ്ലർ ഒരാളെ കസേരന്ന് മാറ്റിയിട്ട് ആ കസേരയുടെ പുറത്തേക്ക് കയറി. സകലർക്കും ഇപ്പൊ ഹിറ്റ്ലറെ കാണാം. കാണാത്തവർക്ക് മറ്റൊരു സംഭവം കാണേണ്ടി വരികയാണ്. ഹിറ്റ്ലർ തന്റെ കൈവശമുള്ള പിസ്റ്റൾ ആകാശത്തേക്ക് ഉയർത്തി മുകളിൽ കാണുന്ന ലൈറ്റിലേക്ക് ഒരു തവണ നിറയൊഴിച്ചു. ആ വെടി കൃത്യമായും ആ ലൈറ്റിൽ തന്നെയാണ് കൊണ്ടത്. ലൈറ്റ് പൊട്ടി താഴോട്ട് വീണ ശബ്ദവും വെടിയുടെ ശബ്ദവും ഒരുപോലെ ഹാളിൽ മുഴങ്ങിയാണ്. ആളുകൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്ന ആ ബഹളം പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുകയാണ്. സകല മനുഷ്യരും അത്ഭുതത്തോടെയാണ് കസേരയിൽ എണീറ്റ് നിൽക്കുന്ന ഹിറ്റ്ലറെയും കയ്യിലിരിക്കുന്ന തോക്കിനെയും നോക്കുന്നത്. ഹിറ്റ്ലർ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി. അടുത്ത ഏതാനും സെക്കൻഡ് കൊണ്ട് ഹിറ്റ്ലർ സ്റ്റേജിലെത്തി. സ്റ്റേജിലെ മൈക്ക് ഹിറ്റ്ലർ ഏറ്റെടുത്തു. ഹിറ്റ്ലർ ആളുകളോടായും സ്റ്റേജിലിരിക്കുന്നവരോടായും പറഞ്ഞു, ജർമ്മനിയിൽ ഒരു വിപ്ലവം അരങ്ങേറുകയാണ്. ഈ ഹാളിനെ 600-ലധികം ആളുകൾ കവർ ചെയ്തിരിക്കുകയാണ്. അവരുടെ എല്ലാം കയ്യിൽ മെഷീൻ ഗണ്ണുണ്ട്. അതുകൊണ്ട് ആരും ഹാളിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കരുത്. ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ബാൽക്കണിയിലേക്ക് നോക്ക്, ആ മെഷീൻ ഗണ്ണുകൾ നിങ്ങളെയാണ് ഉന്നവെക്കുന്നത്. വളരെ വ്യക്തമാണ് ഹിറ്റ്ലറുടെ ശബ്ദം. അത്ഭുതത്തോടെയാണ് സദസ് ഹിറ്റ്ലർ നോക്കുന്നത്. അതിനേക്കാൾ ഏറെ അത്ഭുതം സ്റ്റേജിലിരിക്കുന്ന ത്രിമൂർത്തികൾക്കാണ്. സ്റ്റേറ്റ് കമ്മീഷണറും സ്റ്റേറ്റ് പോലീസ് ചീഫും സ്റ്റേറ്റ് ആർമി ചീഫുമാണ് സ്റ്റേജിലിരിക്കുന്നത്. അവർ അത്ഭുതത്തോടെ ഹിറ്റ്ലർ നോക്കുമ്പോൾ ഹിറ്റ്ലർ പ്രഖ്യാപിക്കുകയാണ്, ബവേറിയൻ സർക്കാരിനെ പിരിച്ചുവിട്ടിരിക്കുന്നു, ദേശീയ സർക്കാരിനെയും പിരിച്ചുവിട്ടിരിക്കുന്നു.
രണ്ട് സ്ഥലത്തും താൽക്കാലിക സർക്കാരുകൾ അധികാരമേറ്റിരിക്കുന്നു. പെട്ടെന്നൊരു ബഹളം ആ ഹാൾ മുഴുവൻ കേൾക്കുകയാണ്. അനവധി ആളുകളുടെ ആഗ്രഹമാണ് ദേശീയ സർക്കാരിനെ പിരിച്ചുവിടണമെന്നുള്ളത്. ആ ആഗ്രഹമാണ് ഇവിടെ ഇതാ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അതേ സമയത്ത് ബവേറിയൻ സർക്കാരിന്റെ പ്രതിനിധികളാണ് ആ ഹാളിൽ ഇരിക്കുന്നതിൽ ഒരുപാട് പേർ. ആ സർക്കാരിനെ ഹിറ്റ്ലർ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരു വല്ലാത്ത അമ്പരപ്പും ഒരു ഭയവും എതിർപ്പും ഒക്കെ ആ ഹാളിനുള്ളിൽ നിന്ന് ഉയരുകയാണ്. നെല്ലിംഗ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും ആ ഹാളിലുണ്ട്. അവർ അമ്പരപ്പോടെ ചുറ്റും നോക്കുകയാണ്. ആളുകൾ ഹിറ്റ്ലറുടെ പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു അതാണ് അവർക്കറിയേണ്ടത്. അനുകൂലമായിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ തർക്കിച്ചുകൊണ്ട് കാര്യമില്ല. പ്രതികൂലമായിട്ടാണെങ്കിൽ അതിനകത്തൊരു സാധ്യതയുണ്ട്. അതാണ് അവരുടെ നോട്ടത്തിന്റെ അർത്ഥം. അതേ സമയത്ത് സ്റ്റേജിലിരിക്കുന്ന തെമൂർത്തികളോടായിട്ട് ഹിറ്റ്ലർ പറഞ്ഞു, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഹിറ്റ്ലർ ഗണ്ണ് അവരുടെ നേരെ ചൂണ്ടിരിക്കുകയാണ്. ഹിറ്റ്ലർ അവർ 3 പേരെയും നയിച്ചുകൊണ്ട് ആ ഹാളിന് പുറകുവശത്തുള്ള ഗ്രീൻ റൂമിലേക്ക് കടക്കുകയാണ്. ഗ്രീൻ റൂമിലെത്തിയ ഹിറ്റ്ലർ അവരെ 3 പേരെയും കസേരയിലിരുത്തി. അതിനുശേഷം അവർക്ക് ചുറ്റും ഹിറ്റ്ലർ നടക്കുകയാണ്. ഹിറ്റ്ലർ മനസ്സ് ആഹ്ലാദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. താനിതാ ബവേറിയയുടെ അധികാരിയായി മാറിയിരിക്കുന്നു. ബവേറിയയുടെ അധികാരമല്ല യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ ലക്ഷ്യം, ജർമ്മനിയുടെ അധികാരമാണ്. ബവേറിയൻ പ്രസിഡന്റായിട്ട് മുൻ പോലീസ് ചീഫിനെയാണ് ഹിറ്റ്ലർ ലക്ഷ്യമിടുന്നത്. ബാക്കി അധികാരങ്ങളൊക്കെ ഈ ഇരിക്കുന്ന 3 പേർക്ക് തന്നെ വീതം വെച്ച് കൊടുക്കാനുള്ള ഹിറ്റ്ലർ ലക്ഷ്യം. ജർമ്മനിയുടെ അധികാരിയാകുക, അതാണ് ഹിറ്റ്ലർ മനസ്സിലുള്ളത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഹിറ്റ്ലർ മനസ്സിങ്ങനെ സന്തോഷം പതഞ്ഞു പോവുകയാണ്. ആ സന്തോഷം ഹിറ്റ്ലർ മുഖത്തുണ്ട്. ഒരു വല്ലാത്ത നെർവസ്നെസ് ഹിറ്റ്ലർക്ക് ഉള്ളതുകൊണ്ട് ഹിറ്റ്ലർ വായിക്കൂടെ നുരയും പതയൊക്കെ വരുന്നുണ്ട്. ഒരു വല്ലാത്ത ഭാവമാണ്. എന്താണെന്ന് നിർവചിക്കാനാവാത്ത ഒരു അവസ്ഥയിലൂടെ ഹിറ്റ്ലർ കടന്നു പോവുകയാണ്. തിമോത്തികൾ 3 പേരും പരസ്പരം കണ്ണുകൊണ്ട് സംസാരിക്കുകയാണ്. തിമോത്തികൾ 3 പേരും കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നത് പെട്ടെന്ന് ഹിറ്റ്ലറുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഹിറ്റ്ലർ അവരോട് പറഞ്ഞു, ഒരാളും ഇതിനകത്തുനിന്ന് പുറത്തു പോകത്തില്ല. ഹിറ്റ്ലറുടെ ശബ്ദവും ഇങ്ങനെ വിറച്ചു തുടങ്ങിയാണ്. അത് പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് ഹിറ്റ്ലറിന് ശാന്തനാവുകയാണ്. ശാന്തനായ ഹിറ്റ്ലർ അവരോടൊപ്പം ആ ടേബിളിന്റെ അടുത്തിരുന്നു. ഹിറ്റ്ലർ ഓൺഗാഹറെ നോക്കിയിട്ട് പറഞ്ഞു, ബവേറിയയിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുകയാണ്. മിസ്റ്റർ പോഹിൻറാവും പ്രസിഡന്റ്. എല്ലാ അധികാരവും പോഹിൻറാവും കേന്ദ്രീകരിക്കുക. അത് പറഞ്ഞിട്ട് ഓൺഗാഹറെ നോക്കി ഹിറ്റ്ലർ പറഞ്ഞു, നിങ്ങളാവും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ദേശീയ സർക്കാരിനെ ഞാനാവും നയിക്കുക. ദേശീയ സൈന്യത്തെ നയിക്കുന്നത് ലൂഡൻഡോർഫ് ആവും. സ്റ്റേറ്റ് പോലീസ് സിസ്റ്ററുടെ കീഴിൽ തന്നെയാണ്. സ്റ്റേറ്റിലെ പട്ടാളത്തെ ഇപ്പോഴത്തെ പോലെ തന്നെ ലോസ്ലോ നയിക്കട്ടെ. അതിനുശേഷം പിസ്റ്റൾ എടുത്ത് അവിടെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ പിസ്റ്റളിൽ 4 ബുള്ളറ്റ് ഉണ്ട്. കാര്യങ്ങൾ ഭംഗിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ബുള്ളറ്റ് ഞാൻ ചെലവാക്കും. ഒരെണ്ണം എനിക്ക് വേണ്ടിയും ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലർ രണ്ടും കൽപ്പിച്ച് തന്നെ ആ മറുപടി കേൾക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാവും. പക്ഷേ ഹിറ്റ്ലർ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓൺഗാഹർ പറഞ്ഞു, എന്നെ വെടിവെച്ച് കൊല്ലാൻ നിങ്ങളുടെ ഇവിടെയുള്ള അനുയായികൾക്ക് എളുപ്പം പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാം. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടപ്പെട്ടിട്ടും ഓൺഗാഹർ അത് പറഞ്ഞപ്പോൾ ഹിറ്റ്ലറും ഒന്ന് അമ്പരം. ഓൺഗാഹർ ഹിറ്റ്ലറെ ഒരു വലിയ കക്ഷിയായി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ എത്രയൊക്കെ ബഹളമുണ്ടാക്കിയാലും ബവേറിയൻ സർക്കാരിന്റെ സൈന്യത്തിന് മുന്നിൽ ഹിറ്റ്ലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഓൺഗാഹർക്ക് പൂർണ്ണ ഉറപ്പാണ്. ആ ഉറപ്പാണ് ഓൺഗാഹറിന്റെ ശബ്ദത്തിൽ പ്രതിഫലിക്കുന്നത്. ഇതേ സമയത്ത് ഹാളിന് അകത്തും പുറത്തുമുള്ള ആളുകളുടെ നേരെ മെഷീൻ ഗൺ ചൂണ്ടിക്കൊണ്ട് നാസി പാർട്ടിയുടെ എസ് വിങ്ങും മറ്റ് സായുധ സേനകളും നിൽക്കുകയാണ്. ആ ആയുധങ്ങൾ അവരുടെ നേരെ ചൂണ്ടപ്പെട്ടിട്ടും ഹാളിനുള്ളിലുള്ള ആളുകളുടെ മുറുമുറുപ്പ് അവസാനിക്കുന്നില്ല. ഭയങ്കര ബഹളമാണ്. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ആളുകൾ ഉറക്കെ ചോദിക്കുകയാണ്. ഇവിടെ വ്യവസ്ഥാപിതമായ ശൈലിയൊന്നും ഇല്ലേ? ഇതെന്താ ഇവിടെ നിയമവാഴ്ചയൊന്നും ഇല്ലേ? ആർക്കും കയറി ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന ശൈലിയിലായോ നമ്മൾ? പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണ്. പെട്ടെന്ന് ആ ഹാളിലെ മിലിറ്ററി വിങ്ങിനെ നിയന്ത്രിക്കുന്ന ഗോറിംഗ് ഹിറ്റ്ലറുടെ വലം കൈയാണ്. അയാൾ സ്റ്റേജിലേക്ക് വന്നു. അയാൾ ആളുകളോട് സംസാരിക്കുകയാണ്. ഓൺഗാഹർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രശ്നത്തിലൊന്നും ആയിട്ടില്ല. ഓൺഗാഹറും തെമൂർത്തികളും നമ്മളോട് സഹകരിക്കും. നിങ്ങൾ
ആവശ്യമില്ലാത്ത ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ബീറല്ലേ ഇരിക്കുന്ന, നിങ്ങൾ ആ ബീറൊക്കെ അടിച്ച് സ്വസ്ഥമായിരിക്കൂ. ഗോറിങ്ങിന്റെ ആ വളിച്ച തമാശ ആ സമയത്ത് അവിടെ ഏറ്റില്ല. ആളുകൾ വല്ലാതങ്ങ് വയലന്റായി റിയാക്ട് ചെയ്യുകയാണ്. ആ നിമിഷത്തിലാണ് അഡോൾഫ് ഹിറ്റ്ലർ സ്റ്റേജിലേക്ക് വരുന്നത്. ഹാളിലെ ആളുകളെ ഒന്ന് നോക്കിയിട്ട് ഹിറ്റ്ലർ നടന്നു വന്ന് മൈക്ക് പോയിന്റിന്റെ മുന്നിൽ നിന്നു. മൈക്കിലൊന്ന് തൊട്ടിട്ട് ഹിറ്റ്ലർ വീണ്ടും ആ ഹാളിലെ മുഴുവൻ ആളുകളെ നോക്കുകയാണ്. അടുത്ത ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ കാണുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. അട്ടിമറിയെ ആത്മാർത്ഥമായി എതിർത്തിരുന്ന പലരും ആ ഹാളിലുണ്ട്. ആ ആളുകളൊക്കെ ഹിറ്റ്ലറുടെ ഏതാനും മിനിറ്റുകൾ നീണ്ടുനിന്ന ആ പ്രസംഗത്തിന്റെ ഫലമായി ആകെ മാറി മറിയുകയാണ്. ലോകം കണ്ട അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഹിറ്റ്ലർ അവിടെ നടത്തിയത്. ഹിറ്റ്ലറെയും കൂട്ടാളികളെയും തല്ലിക്കൊല്ലണമെന്ന് ആക്രോശിച്ചുകൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിനെയാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഹിറ്റ്ലർ പൂർണ്ണമായും അയാളുടെ ആളുകളാക്കി മാറ്റിയത്. അവിശ്വസനീയം എന്നാണ് അന്ന് ആ ഹാളിലുണ്ടായിരുന്ന പല പത്രക്കാരും പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്തത്. കാലങ്ങൾക്ക് ശേഷം ചരിത്ര പുസ്തകങ്ങളുടെ ഭാഗമായിട്ട് ആ പ്രസംഗത്തെ റിപ്പോർട്ട് ചെയ്തവരൊക്കെ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു പ്രസംഗം, ആളുകളുടെ മനസ്സിനകത്തേക്ക് ഹിറ്റ്ലർ കയറിക്കൂടുന്ന അതിമനോഹരമായ നിമിഷങ്ങൾ. പ്രസംഗം കൊണ്ട് ഒരു രാജ്യം കീഴടക്കാൻ പറ്റുമെന്ന് ആ നിമിഷത്തിൽ കാൾ മുള്ളർക്ക് തോന്നുകയാണ്. ചരിത്രകാരനായ കാൾ മുള്ളർക്ക് അദ്ദേഹം ആ ഹാളിൽ ആ സമയമുണ്ടായിരുന്നു. ആളുകളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയ ഹിറ്റ്ലർ അവരോട് പറഞ്ഞു, ഓൺ കാഹറും തിമൂർത്തികളും നമ്മുടെ സർക്കാരിനോട് സഹകരിക്കാനായി റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നാണ് അവർക്ക് സംശയം. ഞാൻ പറയട്ടെ, നിങ്ങൾ അവരോടൊപ്പമാണെന്ന്. ആൾക്കൂട്ടം അലറി വിളിക്കുകയാണ്, അതെ ഞങ്ങൾ കൂടെയുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ആ അലറി വിളി ഗ്രീൻ റൂമിലിരിക്കുന്ന ഓൺ കാഹറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ കേൾക്കുന്നുണ്ട്. അതേ നിമിഷത്തിലാണ് ഹാളിലേക്ക് പുതിയൊരാള് രംഗപ്രവേശം ചെയ്യുന്നത്. എറിക് ലൂഡൻഡോർഫാണ് ഹാളിലേക്ക് കടന്നു വരുന്നത്. നാഷണൽ സർക്കാർ രൂപീകരിക്കുമ്പോൾ നാഷണൽ സർക്കാരിലെ ആർമിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എറിക് ലൂഡൻഡോർഫ് ആണെന്ന് ഹിറ്റ്ലർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്ന അട്ടിമറിയെക്കുറിച്ച് ലൂഡൻഡോർഫ് അറിഞ്ഞിരുന്നില്ല. 11-ാം തീയതി ആകും ബവേറിയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നതെന്ന് ലൂഡൻഡോർഫിന് അറിയാമായിരുന്നു. പക്ഷെ ഇന്ന് 8-ാം തീയതി രാത്രി തന്നെ അട്ടിമറി നടക്കുന്ന കാര്യം ലൂഡൻഡോർഫ് അറിഞ്ഞിരുന്നില്ല. ലൂഡൻഡോർഫ് അന്ന് വൈകുന്നേരം 4 മണിക്ക് ഓൺ കാഹറുടെ ഓഫീസിലെത്തിയിരുന്നു. ഓൺ കാഹറിനോടും ലോസ്ലോവിനോടും അതുപോലെ സീസേഴ്സിനോടും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ലൂഡൻഡോർഫ് സംസാരിച്ചിരുന്നതാണ്. പക്ഷെ അവരാരും വഴങ്ങിയില്ല. അത് കണ്ടപ്പോൾ ലൂഡൻഡോർഫ് പറഞ്ഞു, വരാനിരിക്കുന്ന കാര്യങ്ങളെ തടുക്കാൻ നിങ്ങളുടെ പിടിവാശി കൊണ്ട് ചിലപ്പോൾ കഴിയാതെ വരുമെന്ന്. അത് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അട്ടിമറി വിവരം ലൂഡൻഡോർഫ് അറിഞ്ഞിരിക്കുന്നത്. വിവരം ലൂഡൻഡോർഫിനെ അറിയിക്കുന്നത് നാസി പാർട്ടിയുടെ തന്നെ ആളുകളാണ്. അവർ ലൂഡൻഡോർഫിനെ ഒരു കാറിൽ ഹാളിന്റെ അടുത്ത് എത്തിച്ചതാണ്. അദ്ദേഹം ഹാളിലേക്ക് കടന്നതും ജനം ആർത്തു വിളിക്കുകയാണ്, ഹേ ലൂഡൻഡോർഫ്, ഹേ ലൂഡൻഡോർഫ്. ലൂഡൻഡോർഫിനെ ശരിക്കും ആഹ്ലാദഭരിതമാക്കുന്ന ശൈലിയിൽ മുഴുവൻ ആളുകളും ലൂഡൻഡോർഫിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. ലൂഡൻഡോർഫ് ജർമ്മനിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അനവധി ജർമ്മൻ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജനറലാണ് ലൂഡൻഡോർഫ്. അതുകൊണ്ട് തന്നെ ലൂഡൻഡോർഫ് ശരിക്കും പോപ്പുലറാണ്. ലൂഡൻഡോർഫ് കൂടി ഈ അട്ടിമറിയുടെ ഭാഗമാണെന്ന് കണ്ടപ്പോൾ സകലർക്കും ഭയങ്കരമായി സന്തോഷം വരികയാണ്. ആ സന്തോഷമാണ് അവർ ലൂഡൻഡോർഫിനോട് പ്രകടിപ്പിക്കുന്നത്. ലൂഡൻഡോർഫ് സ്റ്റേജിലെത്തി. സ്റ്റേജിലേക്ക് കയറിയ ലൂഡൻഡോർഫ് സകലരെയും കൈ ഉയർത്തി അഭിസംബോധന ചെയ്യുകയാണ്. അതിനുശേഷം ലൂഡൻഡോർഫ് ഹിറ്റ്ലറോടൊപ്പം ഗ്രീൻ റൂമിലേക്ക് വന്നു. അവിടെ ലെസ്ലോവും സീസേഴ്സും ഓൺ കാഹറുമുണ്ട്. ലൂഡൻഡോർഫ് അവിടേക്ക് വന്നതും അന്തരീക്ഷത്തിൽ കുറച്ചൊരു മാറ്റം വന്നു. ലെസ്ലോവ് പെട്ടെന്ന് തന്നെ ലൂഡൻഡോർഫ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ്. ലെസ്ലോവ് സ്റ്റേറ്റ് ചീഫാണെങ്കിൽ ലൂഡൻഡോർഫ് നാഷണൽ ചീഫായിരുന്ന ആളാണ്. ആ ഒരു ബഹുമാനം ലെസ്ലോവിന് ലൂഡൻഡോർഫിനോടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂഡൻഡോർഫ് പറഞ്ഞ കാര്യത്തോട് ആദ്യം അനുകൂലമായി പ്രതികരിച്ചത് ലോസോവാണ്. ലോസോ പക്ഷം മാറിയ ഉടൻ തന്നെ സീസേഴ്സും പക്ഷം മാറി. മാറാത്തത് ഓൺ കാഹറാണ്. അവസാനം ഓൺ കാഹറേയും
ഒരു പരുവത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അവരെ മൂന്നുപേരെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി ലൂഡൻഡോർഫിന്റെ ടാർഗറ്റ്, ഹിറ്റ്ലറുടെയും. പക്ഷേ ഓൺകാഹർ സ്റ്റേജിലേക്ക് വരാൻ വിസമ്മതിക്കുകയാണ്. തോക്ക് ചൂണ്ടിയാണ് ഹിറ്റ്ലർ അവരെ സ്റ്റേജിൽ നിന്ന് ഗ്രീൻ റൂമിൽ കൊണ്ടുവന്നത്. അത് നാണക്കേടായിട്ട് തന്നെയാണ് അതുവരെയും സ്റ്റേറ്റ് കമ്മീഷണറായിരുന്ന ഓൺകാഹർ കരുതുന്നത്. പെട്ടെന്ന് ഹിറ്റ്ലർ പറഞ്ഞു, അങ്ങനെ അല്ല, നിങ്ങൾ സ്റ്റേജിലേക്ക് വരൂ, സകലരും നിങ്ങൾക്കൊപ്പമാണ്. ഒരു പരുവത്തിൽ ഓൺകാഹറെയും ബാക്കിയുള്ള രണ്ടുപേരെയും സ്റ്റേജിലെത്തിച്ചു. സ്റ്റേജിലെത്തിയപ്പോഴാണ് ഓൺകാഹർക്ക് ഹിറ്റ്ലർ നടത്തിയിരിക്കുന്ന അട്ടിമറിയിൽ ആ ഹാളിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് ഓൺകാഹർ പ്രസംഗിക്കുകയാണ്. ഹിറ്റ്ലർ സ്റ്റേജിൽ സീറ്റിലുണ്ട്. ഹിറ്റ്ലറെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ആ നിമിഷത്തിലുള്ള ഹിറ്റ്ലറെ പലരും കൗതുകപൂർവ്വം വിവരിക്കുന്നുണ്ട്. ഓൺകാഹർ സംസാരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലർ, ഓൺകാഹർ പറയുന്ന ഓരോ കാര്യവും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഹിറ്റ്ലർ, ശരിക്കും ഒരു കുട്ടിയായി ഹിറ്റ്ലർ മാറിയെന്ന് ആർക്കും തോന്നുന്ന ഒരു നിമിഷം. വല്ലാത്തൊരു സന്തോഷം ഹിറ്റ്ലർ പ്രകടമാണ്. അയാൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപടി സംഭവിച്ചിരിക്കുന്നു. ത്രിമൂർത്തികൾ അയാളുടെ കീഴിലായിരിക്കുന്നു. ആ സന്തോഷമാണ് ഹിറ്റ്ലറുടെ ഉള്ളിലുള്ളത്. ലൂഡൻഡോർഫാണ് അടുത്തതായി സംസാരിക്കുന്നത്. ലൂഡൻഡോർഫ് ആളുകളോട് പറഞ്ഞു, ഞാൻ നാഷണൽ സർക്കാരിനെ ഈ നിമിഷം ഡിസ്പോസ് ചെയ്തിരിക്കുന്നു, പിരിച്ചുവിട്ടിരിക്കുന്നു. പുതിയ പ്രൊവിഷണൽ സർക്കാർ ഉടൻ അധികാരമേൽക്കും. അതുവരെ ഹിറ്റ്ലർ ആയിരിക്കും പുതിയ സർക്കാരിന്റെ ഔദ്യോഗിക തലവൻ. ഞാനാകും നാഷണൽ ആർമി ചീഫ്. വളരെ ബോൾഡായിട്ട് തന്നെയാണ് ലൂഡൻഡോർഫ് അക്കാര്യം പ്രസ്താവിച്ചത്. ഓൺകാഹറും ലോസോയും സിസേഴ്സും ഒക്കെ ശരിക്കും അനുകൂലമായിട്ട് തന്നെയാണ് ആ സമയത്ത് സംസാരിച്ചത്. അവരൊക്കെ ഹിറ്റ്ലർക്കും ലൂഡൻഡോർഫിനും ഒക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഒരു സന്തോഷത്തിൻ്റെതായ അന്തരീക്ഷം ആ ഹാളിൽ എമ്പാടും പരക്കുകയാണ്. ഒരു അട്ടിമറി ബവേറിയയിൽ സംഭവിച്ചിരിക്കുന്നു. നെല്ലിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ടിരിക്കുന്നു. നെല്ലിംഗ് സർക്കാരുമായി ബന്ധിപ്പിച്ച അനവധി ആളുകൾ ആ ഹാളിലുണ്ട്. എന്നാൽ അവരിയ്ക്കുന്ന ആ ഹാളിൽ അവരുടെ നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന അനവധി മെഷീൻ ഗണ്ണുകളുണ്ട്. ആ മെഷീൻ ഗണ്ണിന്റെ പുറകിൽ നാസി പാർട്ടിയുടെ SA ആളുകളുമാണ്. തോക്ക് ചൂണ്ടി ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുന്നു. ഒരാള് പോലും കൊല്ലപ്പെടാതെ, ഒരു തുള്ളി രക്തം പോലും ചീന്താതെ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുകയാണ്.